നമ്മുടെ ഡിഷ് വാഷ് പെട്ടെന്ന് അലിഞ്ഞു തീരുന്നതിനൊരു പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ഡിഷ് വാഷിന്റെ ലൈഫ് വർദ്ധിപ്പിക്കാൻ പറ്റും. ഒന്നാമത്തത്, നമുക്ക് നല്ലൊരു പാത്രത്തിലൊക്കെയാണ് നമുക്ക് ഡിഷ് വാഷ് കിട്ടുക. അപ്പോൾ ഈ ഡിഷ് വാഷ് ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് എങ്ങനെ ചെലവഴിക്കാമെന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് എങ്ങനെ അത് ചെലവ് വർദ്ധിപ്പിക്കാമെന്നതിനെ കുറിച്ചൊക്കെ പഠനം നടത്തും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനി കണ്ടുപിടിച്ച ഒരു കാര്യം, രണ്ട് കാര്യമുണ്ട്, രണ്ടും ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് നല്ലൊരു പാത്രത്തിലൊക്കെയാണ് ഇട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഡിഷ് വാഷിങ്ങിന് എടുക്കുന്നതിനനുസരിച്ച് ഇതിലേക്ക് വെള്ളം വീഴുകയും ഇതിൽ വെള്ളം നിൽക്കുമ്പോൾ ഈ ഡിഷ് വാഷ് അതിൽ കിടന്ന് അലിഞ്ഞു പോവുകയും ചെയ്യും. നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഡിഷ് വാഷ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ കൂടുതൽ പോരും. അപ്പോൾ ഇത് സാധനം നമുക്ക് കുറച്ച് മതി. നമുക്ക് പിന്നെ ഒരു പാത്രം കഴുകാൻ വേണ്ട സാധനം മതിയെങ്കിൽ ചിലപ്പോൾ അത് 5 പാത്രം കഴുകാനുള്ള സാധനമൊക്കെ കൂടി പോരും. നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ്. അപ്പോൾ ഇത് അലിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു വിഷയം വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ വിഷയം, നമുക്ക് ഈ പാത്രമൊക്കെ തന്നു, നമ്മളത് സന്തോഷിപ്പിച്ചു, നമ്മൾ അടിപൊളി സാധനം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, വാങ്ങിക്കൊണ്ടു കഴിഞ്ഞാൽ ഈ പാത്രത്തിന് ചുറ്റും അതുപോലെ തന്നെ അടിവശത്തും കുറച്ച് ഓൾസ് ഇട്ട് കൊടുക്കുക. ഓൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വീഴുന്ന വെള്ളം അപ്പം ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അപ്പോൾ ഇത് വെള്ളത്തിൽ നിന്ന് പുതിർന്നു പോകുന്നതിന് നമുക്ക് തടയാൻ പറ്റും. രണ്ടാമത്തെ വിഷയം, നമുക്ക് കമ്പനി കണ്ടുപിടിച്ച മറ്റൊരു മാർഗ്ഗമാണ് കമ്പിച്ചേരി. ഈ ഡിഷ് വാഷ് ഇറക്കിയ കമ്പനി തന്നെയാണ് ആദ്യമായിട്ട് കമ്പിച്ചേരിയും ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ കമ്പിച്ചേരിയുടെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, കമ്പിച്ചേരി ഇപ്പോൾ നമുക്ക് ഒരു പാത്രം കഴുകെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പൊതിർന്ന് കിടക്കുന്ന ഡിഷ് വാഷിലേക്ക് നമ്മൾ കമ്പിച്ചേരി ഇട്ട് ഇങ്ങനെ വലിക്കും. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് പൊതിർന്ന സാധനം നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഈ കമ്പിച്ചേരിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാത്രം കഴുകാനാണ് നമ്മൾ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 5 പാത്രം കഴുകാനുള്ള സാധനം ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഇത് പൊതിർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു വിഷയം വരുന്നത്. 2 സാധനം നമ്മൾ ഒഴിവാക്കുക. ഒന്ന്, കമ്പിച്ചേരി നേരിട്ട് ഇതിൽ നിന്ന് വലിച്ചെടുക്കുന്നത് കാര്യം നമ്മൾ ഒഴിവാക്കുക. 2, നമ്മൾ ഇതിന് ഓൾസ് ഇട്ട് കൊടുക്കുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ലൈഫ് വർദ്ധിപ്പിക്കാം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കമ്പിച്ചേരി ഇതിലിട്ട് വലിക്കുന്നതിന് പകരം തുണി പോലത്തെ സാധനങ്ങൾ ഇതിലിട്ടിട്ട് വലിക്കുക. എന്നിട്ട് പാത്രത്തിൻ്റെ മുകളിൽ തുടച്ച് വെച്ചിട്ട് തേച്ച് വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ പാത്രത്തിൽ പോകാത്ത കരിയോ അതല്ലെങ്കിൽ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പറ്റിപ്പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഉപയോഗിച്ചിട്ട് എന്താക്കാം, ഉരച്ച് കഴുകി ഒഴിവാക്കാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ഡിഷ് വാഷർ ഇപ്പോൾ ഒരു 5 ദിവസം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് നമുക്ക് 10 ദിവസമാക്കിയിട്ടൊക്കെ വർദ്ധിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ഈ കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ഓൾസ് ഇട്ടിട്ടുണ്ട്. ഇതിന് ഓൾസ് ഇട്ടപ്പോൾ കണ്ടില്ലേ, ഇതിൽ വെള്ളം നിൽക്കുന്നില്ല. അപ്പോൾ വെള്ളം ഇതിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് കാണാം. അപ്പോൾ ഇത് പൊതിർന്ന് നിൽക്കുന്ന, ഇതിൽ വെള്ളം നിൽക്കുകയാണെന്ന് വെച്ചാൽ ഇത്രയ്ക്കൊക്കെ വെള്ളം നിൽക്കും. നമ്മളത് ശ്രദ്ധിക്കുമല്ലോ. ഇത്രയും വെള്ളം നിൽക്കുകയാണെങ്കിൽ ഇത് അടിയിൽ നിന്ന് ഇങ്ങനെ അലിഞ്ഞുകൊണ്ടേയിരിക്കും. അലിഞ്ഞ് അത് ലിക്വിഡ് മോഡലായി കഴിഞ്ഞാൽ, വെള്ളം പോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് പെട്ടെന്ന് തീർന്നു പോയുള്ളൂ. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് പൊളിച്ചെടുക്കുന്ന അടപ്പ് നമ്മൾ കളയരുത്. അത് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അടിയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഉള്ള എന്താണെന്ന് വെച്ചാൽ, ഇത് വരുന്ന എന്തായാലും കുറേ വെള്ളം ഇതിൽ വന്നിട്ട് അടിഞ്ഞ് ഇതിലെ ഒഴിച്ചു പോകുമ്പോൾ ഇതിൽ നിന്ന് അലിഞ്ഞു പോയിട്ടുള്ളതൊക്കെ ഇതിൽ വന്നിട്ട് അടിഞ്ഞു കൂടും. അപ്പോൾ വെള്ളം ഇതിലെ കൂടെ പുറത്തേക്ക് പോയിക്കോളും. ബാക്കി സോപ്പൊക്കെ ഇതിൽ അടിഞ്ഞു കൂടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള സോപ്പും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.